മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100ാമത്തെ വയസ്സിലായിരുന്നു അന്ത്യം. അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റായിരുന്നു ജിമ്മി കാർട്ടർ. ക്യാൻസർ ബാധിച്ചെങ്കിലും പിന്നീട് ക്യാൻസറിനെ അതിജീവിച്ച് സാധാരണ ജീവിതത്തിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തിയിരുന്നു. ജോർജിയയിലെ വീട്ടിലായിരുന്നു താമസം. അമേരിക്കൻ ചരിത്രത്തിൽ 100 വയസ്സ് പൂർത്തിയാക്കിയ ആദ്യ പ്രസിഡന്റ് എന്ന വിശേഷണവും ജിമ്മി കാർട്ടർ സ്വന്തമാക്കിയിരുന്നു. 1977 മുതൽ 1981 വരെയായിരുന്നു ഇദ്ദേഹം US ഭരിച്ചത്. ജീവിത പങ്കാളിയായിരുന്ന റോസ്ലിൻ കഴിഞ്ഞ നവംബറിൽ അന്തരിച്ചു. 2023 തുടക്കം മുതൽ ഹോസ്റ്റസ് കെയറിലായിരുന്നു കാർട്ടർ. മരണസമയത്ത് കുടുംബം കൂടെയുണ്ടായിരുന്നു. മനുഷ്യാവകാശങ്ങളുടെയും ആഗോള സമാധാനത്തിന്റെയും ചാമ്പ്യൻ എന്നായിരുന്നു കാർട്ടർ അറിയപ്പെട്ടിരുന്നത്. 1978 അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് കാലത്തിന് ശേഷം ക്രൈസിസ് മാനേജ്മെന്റ്, തെരഞ്ഞെടുപ്പ് നിരീക്ഷണം, രോഗനിർമ്മാർജ്ജനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാർട്ടർ സെന്ററിലൂടെ നടത്തിയ വിപുലമായ മാനുഷിക പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ വേറിട്ട് നിർത്തി. 2002 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം കാർട്ടറെ തേടിയെത്തിയിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനായിരുന്ന കാർട്ടർ സ്റ്റേറ്റ് സെനറ്ററായിട്ടാണ് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. പിന്നീട് ജോർജിയയുടെ ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട കാർട്ടർ 1977 അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതിനു ശേഷം അദ്ദേഹവും ഭാര്യ റോസ്ലിനും ചേർന്ന് മനുഷ്യാവകാശങ്ങൾക്കും സംഘർഷ പരിഹാരത്തിനും വേണ്ടി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന കാർട്ടർ സെന്റർ സ്ഥാപിച്ചിരുന്നു.